നമസ്കാരം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് നമുക്കറിയാം ജൂലൈ 31 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ITR പോർട്ടൽ എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ ലുക്ക് ആകെ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഹോം പേജിൽ സാരമായ വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇൻകം ടാക്സ് പോർട്ടലിൻ്റെ പുതിയ ലുക്ക്. ഇവിടെ പല വിധമായ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കിത് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പുതിയ പോർട്ടലിലേക്ക് പോകാനായി incometax.gov.in എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാണ് പുതുതായി വന്നിരിക്കുന്ന ഇൻകം ടാക്സ് പോർട്ടലിൻ്റെ ഹോം പേജ്. നേരത്തെ ഉണ്ടായിരുന്ന പോർട്ടലിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇവിടെ കാണാനില്ല. ലേ ഔട്ടിലുള്ള ഒരു ചേഞ്ചാണ് പ്രധാനമായും ഉള്ളത്. വളരെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഇൻകം ടാക്സ് ആക്ട് 2025, ഇൻകം ടാക്സ് റൂൾസ് 2026 ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോന്നിനെക്കുറിച്ചും വിശദമാക്കുന്ന രീതിയിലുള്ള ഓരോ കാർഡ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ ഒരു ലുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കി എന്നുള്ളതാണ് പ്രധാന വ്യത്യാസം. ബാക്കി ടാബുകളിലൊന്നും സാരമായ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഈ ടാബ്സ് എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്നത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നേരത്തെ ഇത് തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായ പ്രധാന വ്യത്യാസം, ഈ ലിങ്കുകൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു നേരത്തെ കാണിച്ചിരുന്നത്. അത് ഈ സെൻറ്റർ പേജിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഉണ്ടായിരുന്നതെല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. എന്നാൽ അതെല്ലാം ഓരോ ഐക്കൺ കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കുകയാണ് ഇവിടെ. നേരത്തെ ഇങ്ങനെ ഓരോ ടാബ് ഇങ്ങനെ താഴെ കൊടുത്തിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓരോന്നും നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐക്കൺസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഈ ഇ-പേ ടാക്സ് നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമുള്ള ഇ-പേ ആയിരുന്നു ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് ആക്ട് 1961 വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇ-പേ ചെയ്യാം. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് 2025 വെച്ചിട്ട്, പുതിയ ഇൻകം ടാക്സ് ആക്ട് വെച്ചിട്ട് നമുക്ക് ടാക്സ് ഇ-പേ ചെയ്യണമെങ്കിൽ ചെയ്യാൻ കഴിയും. വീണ്ടും നമ്മൾ ഹോം പേജിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കുറേയധികം ഫോംസ് എടുത്ത് കളഞ്ഞിട്ട് 2025 വന്നിരിക്കുന്ന പുതിയ ആക്ടിൽ പുതിയ കുറേ ഫോംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറേ ഫോംസ് എല്ലാം കൂടി ചേർത്ത് ഒറ്റ ഫോമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പഴയ ഫോംസും പുതിയ ഫോംസും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പഴയ ഒരു ഫോമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന ഫോം ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഫോം നാവിഗേറ്റർ ഉണ്ട്. അതല്ലാതെ തന്നെ ഇ ഫയൽ ചെയ്യുമ്പോഴും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അത് ആ സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഫോം നാവിഗേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫോം നാവിഗേറ്റർ. ഇവിടെ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രകാരമുള്ളതും 1961 പ്രകാരമുള്ളതുമായ ഫോംസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇത് 1961 പ്രകാരമുള്ള ഫോംസ് ഇവിടെയാണ്, പഴയ ഫോംസ്. അതിന് കറസ്പോണ്ടിങ് ആയി 2025 നിലവിൽ വന്നിട്ടുള്ള ഫോംസ് ഇവിടെ നോക്കുക. ഇവിടെ 1-2 ഫോംസ് ചേർന്നാണ് ഒരു ഫോം ഉണ്ടായിരിക്കുന്നത് അല്ലേ. 3CD 3CD-A എന്ന് പറയുന്ന ഈ 2 ഫോംസ് ചേർന്ന് 51 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടായി. ഇവിടെ ഒരു ന്യൂ ഫോം ഉണ്ടാകുന്നു 54. അപ്പോൾ ഇങ്ങനെ ഫോംസിൽ വന്നിരിക്കുന്ന വ്യത്യാസം നമുക്കിവിടെ, അതുപോലെ തന്നെ ഈ ഫാർ റൈറ്റിൽ കാണുന്നത് ഫോം ഡിസ്ക്രിപ്ഷനാണ്, എന്തിനുള്ള ഫോമാണ് എന്നുള്ളതാണ്. അത് നോക്കാനായിട്ട് നമുക്ക് ഫോം നാവിഗേറ്റർ ഉണ്ട്. പിന്നെ നമുക്കൊരു സൗകര്യം വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഡെഡ് ലൈൻസ് കാണാൻ കഴിയുന്ന ഒരു ഫുൾ ടാക്സ് കലണ്ടർ ഇവിടെ കാണാം നമുക്കല്ലേ. ഓരോ മാസവും നമുക്കിവിടെ ഏപ്രിൽ, മെയ് ഓരോ മാസത്തിലും നമുക്കുള്ള ഡെഡ് ലൈൻസ് നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടാക്സ് കലണ്ടർ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഫോം 16B ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് TDS സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ. ഇതിനൊക്കെ എത്ര ദിവസം ഇനി ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏപ്രിൽ 14, 2026 ഇവിടുത്തെ ഡ്യൂ ഡേറ്റ്. അത് 3 ദിവസം കൂടിയേ ഉള്ളൂ, 11 ആയിട്ടുണ്ട് ഇന്ന്. ആ രീതിയിൽ ഓരോന്നിൻ്റെയും ഡ്യൂ ഡേറ്റ്സ് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ചിലർക്കൊക്കെ ഇപ്പോഴും സംശയമാണ്, IT ആക്ട് 1961 പ്രകാരമാണോ അതോ IT ആക്ട് 2025 പ്രകാരമാണോ ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഏത് ആക്ട് പ്രകാരമെന്നാണ്. സംശയിക്കേണ്ട, പഴയ ആക്ട് പ്രകാരം തന്നെയാണ് ഈ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പുതിയ ആക്ട് പ്രകാരമുള്ളത് 2026-27 ഫിനാൻഷ്യൽ ഇയറിലെ, അതായത് അടുത്ത വർഷം നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് പുതിയ ആക്ട് പ്രകാരം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്. ഈ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 2026 ജൂലൈ 31 വരെ സമയമുണ്ടെന്ന് നമ്മൾ കണ്ടു. ആർക്കൊക്കെയാണ് ഈ ITR 1 അല്ലെങ്കിൽ ITR 2 ഫയൽ ചെയ്യേണ്ടത്? ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ തന്നെ ഡൗൺലോഡ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ITR 1, 2, 3, 4, 5, 6, 7 വരെയുള്ള ITR ഫോംസ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആദ്യം ITR 1 ഒന്ന് നോക്കാം.
ITR 1 ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്? ഫോർ ഇൻഡിവിജ്വൽസ് ബീയിങ് എ റെസിഡൻറ്റ് അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഹാവിംഗ് ടോട്ടൽ ഇൻകം അപ് ടു ₹50 lakh ആൻഡ് ഹാവിംഗ് ഇൻകം ഫ്രം സാലറീസ്, വൺ ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ ഈ വൺ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് മാറുന്നുണ്ട്. പിന്നെ ഉള്ളത് അതർ സോഴ്സസ് ആണ്. എന്തൊക്കെയാണ്? ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാം, FD ഇൻട്രസ്റ്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ 1.25 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ളവർ, പിന്നെ അഗ്രികൾച്ചർ ഇൻകം 5000 രൂപ വരെ ഉള്ളവർ. ഇത്രയും പേരാണ് ITR 1 ഫയൽ ചെയ്യേണ്ടത്. ഇനി ITR 2 ആരാണ് ഫയൽ ചെയ്യേണ്ടത്? നമുക്കിവിടെ നോക്കാം. ITR 2 ഫയൽ ചെയ്യേണ്ടത് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUFs നോട്ട് ഹാവിംഗ് ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻസ്. ബിസിനസ്സിൽ നിന്നും പ്രൊഫഷനിൽ നിന്നും വരുമാനമില്ലാത്തവരാണ് ITR 2 ഫയൽ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ITR 2 ഫയൽ ചെയ്യുന്നതിന്. ഇപ്പോൾ ബിസിനസ്സുകാരാവാൻ പാടില്ല, പ്രൊഫഷണൽസ് ആവാൻ പാടില്ല. അവരുടെ ഇൻകം എന്ന് പറയുന്നത് 50 lakhsന് എബോവ് ആണെങ്കിൽ അവർ എന്താണ്? ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ, ഒന്നിലധികം വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, പിന്നെ ഈ ലോട്ടറിയിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നവരുണ്ടല്ലോ, അവർക്കും ഈ ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. ITR 1ഉം ITR 2ഉം ഫയൽ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ITR 3, ITR 4 ഇവ ഫയൽ ചെയ്യേണ്ടവർക്ക് 31 ഓഗസ്റ്റ് വരെ സമയമുണ്ട്. ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് 31 ഒക്ടോബർ വരെയാണ് സമയമുള്ളത്. ആപ്ലിക്കബിൾ ആയിട്ടുള്ള IT ആക്ട് 1961 ആണെങ്കിലും ഈ വർഷം തന്നെ ചില സുപ്രധാനമായ മാറ്റങ്ങൾ ഈ ITR 1ഉം 2ഉം ഫയൽ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വന്നിരിക്കുന്ന പുതിയ വർഷത്തെ മാറ്റങ്ങളാണ്. ഈ വർഷം ജൂലൈ 31 മുമ്പ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്ന IT റിട്ടേണിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുൻ വർഷങ്ങളിൽ ITR 1 ഫയൽ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സഹജ് ഫോമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ അസസ്മെൻറ്റ് ഇയർ 2024-25 ഒരു സഹജ് ഫോമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് ITR 1 ഫയൽ ചെയ്യാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഫോർ ഇൻഡിവിജ്വൽസ് ബീയിങ് എ റെസിഡൻറ്റ് ഹാവിംഗ് ടോട്ടൽ ഇൻകം അപ് ടു 50 lakhs, ഹാവിംഗ് ഇൻകം ഫ്രം സാലറീസ്, വൺ ഹൗസ് പ്രോപ്പർട്ടി. അവിടെ ശ്രദ്ധിക്കുക, വൺ ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതർ സോഴ്സസ് ലൈക്ക് ഇൻട്രസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ ഇൻകം അപ് ടു ₹5000. ഇതാണ് മുൻ വർഷങ്ങളിൽ ITR 1 ഫയൽ ചെയ്തിരുന്ന ഫോം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ വർഷത്തെ ITR 1 ഫോമിലുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കാണുന്നതാണ് 2025-26 സാമ്പത്തിക വർഷത്തെ, അല്ലെങ്കിൽ 2026-27 അസസ്മെൻറ്റ് ഇയറിലെ, നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന അസസ്മെൻറ്റ് ഇയറിലെ ഒരു സഹജ് ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ വൺ ഹൗസ് പ്രോപ്പർട്ടി ആയിരുന്നുവെങ്കിൽ അവിടെ ഇപ്പോൾ 2 ഹൗസ് പ്രോപ്പർട്ടീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒന്നിലധികം ഹൗസ് പ്രോപ്പർട്ടീസിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടിയിരുന്നത് ITR 2ഓ അല്ലെങ്കിൽ ITR 3ഓ ആയിരുന്നു. എന്നാൽ ഇവിടെ 2 ഹൗസ് പ്രോപ്പർട്ടീസ് വരെ നമ്മൾ ഒക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം നമുക്ക് ITR 1ൽ ഫയൽ ചെയ്യാൻ കഴിയും. ഇത് ITR 4ലും ഇത്, അതായത് സുഖം എന്ന് പറയുന്ന ഫോമാണ് അതിന് ഉപയോഗിക്കുന്നത്, ITR 4ലും നമുക്ക് ഇത് തന്നെ കാണിക്കാൻ കഴിയും. ഇനി മൾട്ടി ഹൗസ് പ്രോപ്പർട്ടി എബോവ് 2 ആണെന്നുണ്ടെങ്കിൽ, 2 ഹൗസ് പ്രോപ്പർട്ടീസിലും കൂടുതലാണെങ്കിൽ നേരത്തെ തന്നെ ഉള്ളതുപോലെ ITR ഫോം 2 അല്ലെങ്കിൽ ITR ഫോം 3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ 2 ഹൗസ് പ്രോപ്പർട്ടിയേ ഉള്ളുവെങ്കിൽ നമുക്ക് ITR 1ലും കാണിക്കാം. ഇനി നമ്മൾ ITR 4 ഫയൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സുഖം ഫോമിലും നമുക്ക് ഇത് തന്നെ കാണിക്കാൻ കഴിയും. ഇതാണ് ഒന്നാമത് വന്നിരിക്കുന്ന മാറ്റം. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നേരത്തെ നമുക്ക് 2 മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റും. അതായത് പ്രൈമറി മൊബൈൽ നമ്പർ, സെക്കൻഡറി മൊബൈൽ നമ്പർ. അതുപോലെ തന്നെ ഇമെയിൽ ID, നമുക്കൊരു പ്രൈമറി ഇമെയിൽ IDയും സെക്കൻഡറി ഇമെയിൽ IDയും കൊടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു അഡ്രസ്സ് മാത്രമേ നമുക്കൊന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം മുതൽ ഒരു സെക്കൻഡറി അഡ്രസ്സ് കൂടി നമുക്ക് നൽകാൻ കഴിയും. നമുക്കറിയാം, ഈ ITR ഫോമിനെ ഒരു അഡ്രസ്സ് പ്രൂഫായി കൂടി നമുക്ക് പരിഗണിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് പലർക്കും ഇത് ഉപയോഗമായിരിക്കും. പ്രൈമറി അഡ്രസ്സിനോടൊപ്പം തന്നെ ഒരു സെക്കൻഡറി അഡ്രസ്സ് കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ള വ്യവസ്ഥ പുതിയ ITR ഫോമിൽ വന്നിട്ടുണ്ട്. അത് ITR 1 മുതൽ 4 വരെയുള്ള എല്ലാ ഫോമിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അതാണ് രണ്ടാമത് വന്നിരിക്കുന്ന വ്യത്യാസം. മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് സെക്ഷൻ 80Gയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ സെക്ഷൻ 80G? നമുക്കറിയാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ NGOസിനൊക്കെ ഡൊണേഷൻ നൽകാറുണ്ട്. അങ്ങനെ ഡൊണേഷൻ നൽകുമ്പോൾ ആ ഡൊണേഷനായി നൽകുന്ന തുക നമുക്ക് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാൻ കഴിയും.
അപ്പോൾ ഈ രീതിയിലുള്ള സംഭാവനകൾ 80G പ്രകാരം നൽകുന്നത് നമ്മൾ ഓൾഡ് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതലായി 2 കാര്യങ്ങൾ കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ UPI, RTGS, നെഫ്റ്റ്, ചെക്ക്, DD ഏത് രീതിയിലാണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ട്രാൻസാക്ഷൻ ID ഉണ്ടാകും. ആ ID കൂടി നൽകണം. അതുപോലെ തന്നെ അത് ഏത് ബാങ്കിലേക്കാണോ നൽകിയത് ആ ബാങ്കിൻ്റെ IFS കോഡ് കൂടി നൽകണം. ഇതാണ് 80Gയുമായി ബന്ധപ്പെട്ട് പുതുതായി ITR ഫയൽ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം. ഇതുപോലെ തന്നെ സെക്ഷൻ 80GC ഉണ്ട്. അതായത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മൾ ഡൊണേഷൻ നൽകുമ്പോൾ ആ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓൾഡ് റെജീമിൽ സെക്ഷൻ 80GC പ്രകാരം ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ കൂടി അഡീഷണലായി കൊടുക്കണം. ഒന്ന്, ഏത് പാർട്ടിക്കാണോ നമ്മൾ നൽകിയത്, ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ നമ്മൾ നൽകിയത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരുണ്ടാകണം. അതുപോലെ തന്നെ ആ പാർട്ടിയുടെ പാൻ നമ്പർ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഇതുവരെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈ പറഞ്ഞ 80Gയിലും 80GCയിലും വന്നിരിക്കുന്ന 2 ചേഞ്ചസും എല്ലാ ITR ഫോമിലും വന്നിട്ടുണ്ട്. അതാണ് പുതുതായി വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം. യഥാസമയം റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ബിലേറ്റഡ് റിട്ടേൺ ഫർണിഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും. 5 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 1000 രൂപയും 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5000 രൂപയുമാണ് ഫൈൻ. അത് യഥാസമയം റിട്ടേൺ ഫർണിഷ് ചെയ്യാതിരിക്കുമ്പോഴാണ്. സെക്ഷൻ 234 ഈ പെനാൽറ്റിയെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഒരു പുതിയ സെക്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 234A, B, C, F ഇങ്ങനെയായിരുന്നു പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻസ്. എന്നാൽ ഇപ്പോൾ പുതുതായി ആഡ് ചെയ്തിരിക്കുന്നത് 234I എന്ന ഒരു സെക്ഷനാണ്. ആ സെക്ഷനാണ് പുതുതായി വന്നിരിക്കുന്ന ചേഞ്ച്. അതെന്താണെന്ന് പറയാം. ITR 1ഉം ITR 2ഉം ഫയൽ ചെയ്യുന്നവർക്ക് 31 ജൂലൈ ആണ് ഫൈൻ ഇല്ലാതെ റിട്ടേൺ ഫർണിഷ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ITR 3ക്കും ITR 4നും 31 ഓഗസ്റ്റ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇവർക്ക് ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അത് 31 ഡിസംബർ വരെയാണ് അതിനുള്ള സമയം. അതുപോലെ ITR ഫയലിംഗിൽ എന്തെങ്കിലും തെറ്റുവരുത്തിയവർക്ക് 31/12 വരെ റിവൈസ്ഡ് റിട്ടേൺ സമർപ്പിക്കാനും ഉള്ള സൗകര്യമുണ്ടായിരുന്നു. ഇവിടെ വന്ന ഒരു മാറ്റം, ഈ റിവൈസ്ഡ് റിട്ടേൺ 31/12 വരെ നൽകുന്നതിന് ലേറ്റ് ഫീ നൽകേണ്ട കാര്യമില്ല. നേരത്തെ ആ 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ ലേറ്റ് ഫീ നൽകണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റിവൈസ്ഡ് റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് 31/12 വരെ ലേറ്റ് ഫീ നൽകേണ്ട കാര്യമില്ല. എന്നാൽ 31/12നും റിവൈസ്ഡ് റിട്ടേൺ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർച്ച് 31 വരെ ലേറ്റ് ഫീ നൽകി റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് റിവൈസ് റിട്ടേൺ സമർപ്പിക്കുന്നവരുടെ കാര്യമാണ്. ഇനി ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കുന്നവരുടെ കാര്യം നോക്കാം. അതായത് ഈ പറഞ്ഞ തീയതിക്കകം റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കുമ്പോഴും ഈ ഫൈൻ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അത് വീണ്ടും റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴും ഈ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 പ്രാവശ്യം അവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കുമ്പോഴൊന്ന്, അത് തെറ്റിപ്പോയി ഒരു റിവൈസ്ഡ് റിട്ടേൺ സമർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴും എന്ത് കൊടുക്കണം? ഈ പറഞ്ഞ ഫൈൻ കൊടുക്കണം. അതിനുവേണ്ടിയാണ് സെക്ഷൻ 234I എന്ന പുതിയൊരു സെക്ഷൻ വന്നിരിക്കുന്നത്. അടുത്ത മാറ്റം നമുക്കെല്ലാവർക്കും നേരത്തെ അറിയാവുന്നത് തന്നെയാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ നമുക്ക് അപ് ടു 4 lakhs നോ ടാക്സ്, 4 lakhs to 8 lakhs 5%, 8 lakhs to 12 lakhs 10%. ആ രീതിയിൽ ഓരോ 4 ലക്ഷത്തിനും 5% വീതം ടാക്സ് കൂടി 24 ലക്ഷത്തിന് മുകളിലേക്ക് വരുമ്പോൾ 30% നിർത്തുന്ന ഒരു ടാക്സ് സ്ലാബിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇതിൽ തന്നെ സാലറീഡായിട്ടുള്ള അല്ലെങ്കിൽ പെൻഷനേഴ്സിനുമെല്ലാം 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും. അതുപോലെ റിബേറ്റ് എല്ലാം കൂടെ തട്ടിക്കഴിച്ചാൽ നമുക്ക് 12,75,000 വരെ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും ടാക്സ് ഇല്ല എന്നുള്ള ആ ഒരു പുതിയ മാറ്റമാണ് അടുത്തതായിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കുന്നില്ല. നേരത്തെ പല വീഡിയോകളിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മരിച്ചുപോയ ഒരാളുടെ അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു മൈനറായ കുട്ടിയുടെ ഒക്കെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുമ്പോൾ അവരല്ല അത് ഫയൽ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആകാം, ഒരു ബോർഡാകാം, ആരുമാകാം. അങ്ങനെയുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഫയൽ ചെയ്യുന്ന അവരെ വിളിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നാണ്. അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരുമ്പോൾ നേരത്തെ കുറേ അധികം കാര്യങ്ങൾ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി 3 കാര്യങ്ങൾ കൊടുത്താൽ മതി. ആ റെപ്രസെൻറ്റേറ്റീവ് അസസിയുടെ പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതിയാകും. അപ്പോൾ ITR 1, ITR 2 എന്നിവ ഫയൽ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന
പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ITR 3ഉം ITR 4ഉം ഫയൽ ചെയ്യുമ്പോഴും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഈ പുതിയ അറിവുകൾ ലഭിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്